പാമ്പ് കയ്യുമ്മ ചിറ്റി ഗായ്സ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും MDRD മീഡിയയുടെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയുടെ സ്വകാര്യ അഹങ്കാരമായ മലപ്പുറത്തിൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന മിനി ഊട്ടിയിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ മിസ്റ്റി ലാൻഡ് എന്നറിയപ്പെടുന്ന നല്ല വ്യൂ പോയിൻറ്റും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ വീഡിയോ വരുന്നത്. അത് കാണാത്തവർ തീർച്ചയായും അത് കാണാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ തീർച്ചയായും മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടാം. അപ്പോൾ മിനി ഊട്ടിയിലുള്ള പെറ്റ്സ് പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്ന് നമുക്ക് നോക്കാം. ഉടുമ്പാണല്ലോ, ഉടുമ്പ്. ആള് വിശ്രമത്തിലാണ്. വെള്ളക്കീരിയാണ് പേര്. വെള്ളക്കീരി പക്ഷെ കളറ് ഗോൾഡൻ കളറുമാണ്. ഇതാണ് ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത്. തല കാണാനില്ലല്ലോ. ഇതാ ഒട്ടകപ്പക്ഷി. ചെങ്ങായി നല്ല ചൊക്കുണ്ട്. എല്ലാരും കൂടി ഒട്ടകപ്പക്ഷീനെ തീറ്റിക്കാണ്. അതാ എവിടെ കിട്ടിയില്ലേ? എന്താ ആടും കുട്ടീനായിട്ട് കിടക്കണ്? പോണ് മുപ്പർക്ക് വേറൊരു പണിയില്ല. തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കന്നെ. നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് സ്ത്രീകൾക്കും ആണുങ്ങൾക്കും വേറെ. എന്താണ് മാമ വെച്ചാ? ഇതാണ് ആടുകൾ. നല്ല ആട്, നല്ല ചൊറുക്കുള്ള ആട്. ചെറിയ ആടാണ്. ഏത് തരം ആടാണ്? കുഞ്ഞൻ ആട്, മിനി സിൽക്കി ആട് എന്നൊക്കെ പറയും. ഇയാളല്ലോ വലിപ്പുണ്ടല്ലോ. എന്തേ ആട് ചിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അവിടേക്ക് പിന്നെ ഇത് നമ്മുടെ സ്വന്തം പൂച്ചസാർ. ഇതാണ് പൂച്ചസാർ. വൃത്തിയാവും. ഇത് പിന്നെ മുയലാണ്, നല്ല ചൊറുക്കുള്ള മുയൽ. ഇതൊരു വെറൈറ്റി കളറ്, കാപ്പി കളറ്. ഇതിൻ്റെ പേരാണ് എന്താണ്, ഗിനിയ പന്നികൾ എന്ന് പറയും. ഇതിൻ്റെ മേത്ത് മുറിയുണ്ടല്ലോ. കാണാൻ നല്ല ചൊറുക്കുണ്ട്. വേണ്ടില്ല, ഭക്ഷണം കഴിക്കണതാ. കാണാൻ നല്ല ചൊറുക്കുണ്ട്. പിന്നെ ഇവിടെ തേരാ പേര നടക്കുന്ന കോഴികൾ. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ചില വീട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കോഴികളൊക്കെ. ഏതാ മനെ താടി യോ. ഏയ് ഗായ്സ്, എന്താ പാട്? താടി ഒരു 1.5 മുതലാണ് ഏതത്. ഇത്രയും വലിയ കൗത്ത്. ഇവിടെ കുട്ടികൾക്കുള്ള എക്സ്ട്രാ ആക്ടിവിറ്റികളുണ്ട്. ഇവിടെ മുമ്പിൽ ഇതൊരു ആന. ഇത് ജീവനില്ലാത്ത ആന കേട്ടോ. പിന്നെ അതാ ചെറിയ കുട്ടികളുടെ ട്രെയിന്. 50 ഉറുപ്പ്യ കണ്ടുള്ള ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ. ഉണ്ടല്ലേ, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. നമ്മളെ രാജസ്ഥാൻ മരുഭൂമിയിലെ ഒട്ടകം. പിലാവിൻ്റെ എല്ലാ പശുവല്ല ഒന്നിൽ. മൂപ്പർക്ക് ഇവിടെ ഒന്ന് കേരളത്തിൽ വന്നത് ശീലായിക്കുന്നു. അല്ലൊട്ടഹ. ഇതാണ് കുതിര. എന്താണിത്? ചെറുതല്ലോ. ഒട്ടകം, കുതിര. ആളിവിടെ കിടക്കണത് അത്രയും ഉണ്ട്. ചെറിയ പശു
ഇവരാണല്ലോ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു. കാണാൻ നല്ല ചൊറുക്കുണ്ട്, ചെറുതായതുകൊണ്ടാണ് തോന്നുന്നത്. പോലെ എന്താ നിങ്ങളെ പ്രശ്നം? എന്താണ് വിഷയം? എന്താണ് പോലെടോ? ഏതായാലും നല്ല രസമുള്ളൊരു പരിപാടിയാണ് ഇവിടെ. പിന്നെ ഈ താറാവ്, പൂച്ച അതൊക്കെ ഫ്രീ ആക്കി വിട്ടുകയാണ്. ഇത് കുഞ്ഞ് താറാവ് കണ്ടില്ലേ, ഫ്രീ ആക്കി വിട്ടുകയാണ്. ആളുകൾ അടിയിൽ തന്നെ ഇടപഴകിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആട്ടാ. എന്തായാലും ഇവിടെ വരുന്നവരൊന്ന് വിസിറ്റ് ചെയ്യേ. ഇത് താറാവ്, ചെറിയ താറാവാണ്. ഈ താറാവിൻ്റെ തലമെന്തോ ഒരു സാധനം മുടിമാക്കെട്ടി ഇട്ടിങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. പാമ്പുകളൊക്കെയാണ്. ബോൾ പെരുമ്പാമ്പ് എന്നുണ്ട്. ഇതെൻ്റെ കുട്ടിയാണോ സംശയമില്ല, അതിൻ്റെ ചെറുതാണ്. പിന്നെ വെള്ളെലിയോടെ ഇതൊക്കെ പാമ്പാണ്, പെരുമ്പാമ്പ്. എലിനെ കാണാനില്ലല്ലോ. എലിതാ കിടന്നുറങ്ങണ് ഒരാള്. പാമ്പ് കയ്യുമ്പോ ചിറ്റി ഗായ്സ്. അതൊക്കെ ആർക്കെങ്കിലും കാണാം. പാമ്പ് എന്നാ ഇത് പറക്കുന്ന അണ്ണാനില്ലേ? എന്റെ മത്ത് കെറ്റിക്കാം. മാറ് നിക്ക് പറക്കുന്ന അണ്ണ. പാമ്പിന്റെ അടുത്തേക്കോ? പാമ്പ് ഒറ്റയടിക്ക് തിന്നു, അതന്നെ. പിന്നെ ഇവർക്ക് പറക്കണ അണ്ണ ഉണ്ടാവും. പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണ്. അങ്ങനെ പിടിക്കരുത്, ഓല എടുത്ത്. അല്ലാതെ കണ്ണു പൊത്തുണ്ടല്ലോടാ. അല്ല കണ്ണാട വെച്ചതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അറക്കുമല്ലോ. നിക്ക് അവിടെ വിട്ടുപിടിക്ക്. അയ്യോ, എന്നോട് ഞാൻ നേരത്തെ ചോദിച്ചാണ് എന്താണ് എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം എന്താണ്? ഇല്ല നമ്മൾ നമ്മൾ പെറ്റ് പാർക്കിലേക്കാണ് കയറുന്നത്. പഞ്ചവർണ്ണ തത്ത മേലെ തന്നെ. എന്താ പാട്, സുഖല്ല? ഇതിൻ്റെ ഉള്ളിലാണ് പരിപാടി. ഇതാരാണ്? പ്രാവ്. നിറച്ചും പക്ഷികളാണ് ഇവിടെ. ഇത് നമ്മളവിടെ കണ്ട ആള് ഇവിടെ വന്നിരിക്കണം. ആള് ഫുള്ളോടായിപ്പാണ്, മേലെ കയറിയിരിക്കാണ്.
ഞാൻ കൈയിട്ടരാ, കൈയിടുമ്പോ വരുന്ന കണ്ടോളി. നിറച്ചും മീനാണ് ഇതിന്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇത് അരാപ്പൈമ, അലിഗേറ്ററും അരാപ്പൈമ. പണ്ടൊരു കാക്ക കൈയിട്ടിട്ട് കടിച്ചെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ ഉള്ളിൽ ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ള ഇതാട്ടോ. നമ്മുടെ ഒട്ടകം നീച്ചിട്ടുണ്ട്. ഇതാ കുതിരസാറ് പിന്നെ നേരത്തെ നീച്ചിരുന്നു. അത്യാവശ്യം സൈസ് ഉണ്ട്. ഇത് ഈ രാജസ്ഥാനത്തൊക്കെ ഒട്ടകമായിരിക്കും, അല്ലാതെ ഗൾഫത്തൊന്നുമല്ല. അപ്പോൾ നേരത്തെ വന്നപ്പോൾ നീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അതാ വെള്ളം കുടിക്കുന്നു. അതാ ഒട്ടകത്തിന് ഫുഡ് റെഡിയായപ്പോൾ മൂപ്പരാൾ തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ തല പകുതി പുറത്ത് പോയല്ലോ. പോക്കറ്റ് മങ്കിയാണല്ലോ എവിടെ ഇരിക്കണ അതിൻ്റെ ഉള്ളില്. ചെറിയതട്ടാ, കുഞ്ഞത്. മങ്കിൻ്റെ ചെറിയൊരു രൂപം, പക്ഷേ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട്. ചെവിമ കണ്ടില്ല, പ്രത്യേകതരം രോമൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ലവ് ബേർഡ്സുകളാണ്. കൂട് നിറച്ച് ചെറിയ ചെറിയ ചിക്കുകളൊക്കെ. ഇത് ഡയമണ്ട് ഡോവ് എന്ന് പറഞ്ഞിട്ടുള്ള കിളികളാണ്. ലവ് ബേർഡ്സ് പോലെ തന്നെ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ട് പക്ഷികൾ കണ്ടില്ലേ.
ഈ ശബ്ദം കേട്ടോക്കി. ആരാണ് ശബ്ദം ഉണ്ടാക്കണമെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. നല്ല ഭംഗിയില്ലേ? ഇയാളെങ്ങനെയുണ്ട് കാണാന്? മൂപ്പൊരാളാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇയാള് ഇതൊരു ഡാൻസ് അല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, പെറ്റ് പാർക്കിലെ കാഴ്ചകൾ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇത് അടിപൊളി സംഭവമാട്ടത്. 50 ഉറുപ്പ്യയുള്ള ചാർജ് വരുന്നുള്ളൂ. 50 ഉറുപ്പ്യക്കുള്ള മുതലുണ്ട്. പാമ്പ്, പെരുമ്പാമ്പ് ആദ്യം വലുതുണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ കാണാനില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.